കയ്യിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ? എങ്കിൽ രണ്ടാമതൊരു പോളിസി കൂടി എടുക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ ബില്ല് എത്രയാകുമെന്ന് മുൻകൂട്ടി പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അതേസമയം പലർക്കും ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഇൻഷുറൻസിനൊപ്പം സ്വന്തം ഒരു പോളിസി കൂടി എടുക്കേണ്ടതുണ്ടോ എന്നതാവും മിക്കവർക്കുമുള്ള സംശയം. 2026 ജൂലൈയിലെ നിലവിലെ നിയമപ്രകാരം ഒന്നിലധികം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നതിന് വിലക്കില്ല. ഇനി ആരൊക്കെയാണ് രണ്ടാമത്തെ പോളിസി പരിഗണിക്കേണ്ടത്? ആദ്യമായി പറയേണ്ടത് കമ്പനി നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരാണ്. പല കമ്പനികളും ജീവനക്കാർക്ക് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇൻഷുറൻസ് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. ജോലി മാറിയാൽ അല്ലെങ്കിൽ കമ്പനി വിട്ടാൽ ആ പരിരക്ഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ കമ്പനിയുടെ ഇൻഷുറൻസിനൊപ്പം സ്വന്തമായ ഒരു വ്യക്തിഗത പോളിസി ഉണ്ടെങ്കിൽ ഭാവിയിൽ അത് ഒരു വലിയ സുരക്ഷയായി മാറിയേക്കാം. മറ്റൊരു സാഹചര്യം എന്താണെന്നാൽ നിലവിലെ കവറേജ് പോരാതെ വരുമ്പോഴാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിലവിൽ 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതുക. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എടുത്തപ്പോൾ ആ തുക മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആശുപത്രി ചിലവുകൾ കണക്കിലെടുക്കുമ്പോൾ 5 ലക്ഷം രൂപ മതിയാകാതെ വന്നേക്കാം. അത്തരം സാഹചര്യത്തിൽ കൂടുതൽ കവറേജ് ഉറപ്പാക്കാൻ മറ്റൊരു പോളിസി പരിഗണിക്കാവുന്നതാണ്. ഇനി 2 പോളിസി ഉണ്ടെങ്കിൽ 2 തവണ ക്ലെയിം ചെയ്യാമോ എന്ന സംശയം മിക്കവർക്കും ഉണ്ടാകാം. നിങ്ങളുടെ യഥാർത്ഥ ആശുപത്രി ബിൽ 5 ലക്ഷം രൂപയാണെങ്കിൽ 2 പോളിസികൾ ഉണ്ടെന്ന പേരിൽ 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. യഥാർത്ഥ ചികിത്സാ ചെലവിനേക്കാൾ കൂടുതൽ തുക ക്ലെയിം ചെയ്യാനാകില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ ആദ്യ പോളിസിയിൽ 5 ലക്ഷം രൂപ കവറേജ് ഉണ്ടെന്ന് കരുതുക. ചികിത്സാ ചിലവ് 8 ലക്ഷം രൂപയായി. ആദ്യ പോളിസിയിൽ നിന്ന് നിബന്ധനകൾക്ക് വിധേയമായി 5 ലക്ഷം രൂപ ലഭിച്ചാൽ ബാക്കി വരുന്ന 3 ലക്ഷം രൂപ രണ്ടാമത്തെ പോളിസിയിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ സാധിച്ചേക്കാം. ഇങ്ങനെ ഒന്നിലധികം പോളിസികൾ ചില സാഹചര്യങ്ങളിൽ വലിയ സാമ്പത്തിക സഹായമായി നിങ്ങൾക്ക് മാറും. അപ്പോൾ ഏത് ഇൻഷുറൻസ് കമ്പനിയെ ആദ്യം സമീപിക്കണമെന്ന ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വന്നേക്കാം. നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം ഏത് ഇൻഷുറൻസ് കമ്പനിയെ ആദ്യം സമീപിക്കണമെന്നത് പോളിസി ഉടമയ്ക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ വിഹിതം നൽകിയ ശേഷം ബാക്കി വരുന്ന തുക നിബന്ധനകൾക്ക് വിധേയമായി മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്യാം. എന്നാൽ ഓരോ പോളിസിയുടെയും നിബന്ധനകൾ വ്യത്യസ്തമായിരിക്കാം. അതിനാൽ പോളിസി ഡോക്യുമെന്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി പരിശോധിക്കണം. 2 പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, 2 പോളിസികൾ എടുത്തു എന്നതുകൊണ്ട് കാര്യം തീർന്നില്ല. അവ രണ്ടും കൃത്യമായി മാനേജ് ചെയ്യുകയും വേണം. റിന്യൂവൽ ഡേറ്റ്, പോളിസി ഡോക്യുമെന്റ്, ക്ലെയിം പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലും പ്രധാനമായി പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള പോളിസിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മറച്ചു വെക്കരുത്. നിലവിലുള്ള ഇൻഷുറൻസ് പോളിസികളുടെ വിവരങ്ങൾ സത്യസന്ധമായി നൽകേണ്ടത് വളരെ പ്രധാനമാണ്. വിവരങ്ങൾ മറച്ചുവെച്ചാൽ പിന്നീട് ക്ലെയിം ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചികിത്സാ സമയത്ത് വെറും സാമ്പത്തിക സഹായമല്ല, ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ കൂടിയാണ് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്കും അയച്ചു കൊടുക്കുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.